ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊക്കെ കുട്ടികൾക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ? പണ്ടൊക്കെ ഓണമെന്ന് പറയുമ്പം ഇങ്ങനെ വീട്ടിലൊത്തിരി പലഹാരം ഉണ്ടാക്കുന്ന ഓർമ്മയായിരുന്നു. ഇപ്പോൾ ഒന്നും ആർക്കൊന്നും അതിനുള്ള സമയമില്ല, ആരോഗ്യ പ്രശ്നം കാരണം ആരും ഉണ്ടാക്കാറുമില്ല. നമ്മളൊക്കെ കടയിൽ ഡിപ്പെൻഡ് ചെയ്യുമല്ലേ. എന്നാലും പറ്റുമ്പോൾ ചെറിയ ചെറിയ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ പലഹാരം ഉണ്ടാക്കി നോക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടും കൂടെ ആയതുകൊണ്ട് മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവ് യൂസ് ചെയ്ത് വാഴയ്ക്കപ്പം ഉണ്ടാക്കി. എക്സ്ട്രാ ചേർക്കുന്നത് മുട്ടയും കൂടെയാണ്. 2 കപ്പ് ഗോതമ്പ് മാവിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 മുട്ടയും 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. മിക്സ് ചെയ്തിട്ട് പഴുത്ത ഏത്തയ്ക്ക നോക്കി മാവിൽ മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കുന്നു. ഇത് ചെറിയൊരു ഹാൻഡ് മിക്സറാണ് കേട്ടോ. എനിക്കൊത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് ഒരാൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കാൻ, 2 പേർക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഈ മിക്സർ ധാരാളം. ഞാൻ എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഏത്തയ്ക്കപ്പം റെഡിയാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശേഷം വന്ന മാവിൽ ഞാൻ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടേ ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി വടയും കൂടി ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചിലവരെയും നമ്മുടെ കടലമാവിലേ പറ്റൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഗോതമ്പ് മാവിൽ നമുക്ക് ശരിയാക്കി എടുക്കാം. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ഉണ്ടാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് കണ്ടില്ലേ, കാണുമ്പോഴേ കഴിക്കാൻ തോന്നും. ബൈ.